മുഖ്യമന്ത്രി പിണറായി വിജയൻ മലപ്പുറത്തെ അപമാനിച്ചു എന്ന തരത്തിലുള്ള പ്രചാരണമായിരുന്നു കഴിഞ്ഞ 2 ദിവസമായി പി.വി. അൻവർ എം.എൽ.എയും പ്രതിപക്ഷവുമൊക്കെ വലിയ തരത്തിൽ നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ എന്താണ് ഇതിന്റെ വാസ്തവം? ദി ഹിന്ദു പത്രത്തിൽ വന്ന വാർത്ത തെറ്റാണെന്നും താൻ പറയാത്ത കാര്യമാണ് പത്രത്തിൽ വന്നതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പറയുന്നു. സംസ്ഥാനത്തെ ഏതെങ്കിലും ഒരു ജില്ലയിൽ ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ കുറ്റപ്പെടുത്തുന്ന സമീപനം തന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. കരിപ്പൂർ വഴിയുള്ള സ്വർണ്ണക്കടത്തിന്റെ കണക്ക് പറയുമ്പോൾ അതെങ്ങനെയാണ് മലപ്പുറത്തിനെതിരായ പ്രചാരണമാകുന്നതെന്നും മുഖ്യമന്ത്രി ചോദിക്കുന്നു. അതേസമയം വിവാദമായ പരാമർശങ്ങൾ മുഖ്യമന്ത്രി പറഞ്ഞതല്ലെന്നും പിന്നീട് കൂട്ടിച്ചേർത്തതാണെന്നും ദി ഹിന്ദു പത്രവും വിശദീകരിച്ചു. മാധ്യമധർമ്മത്തിന് നിരക്കാത്തതാണ് സംഭവിച്ചതെന്നും ഇതിൽ ഖേദം പ്രകടിപ്പിക്കുന്നുവെന്നും ദി ഹിന്ദുവും അറിയിച്ചു. വിജിൻ വായാന്തോട് തയ്യാറാക്കിയ വിശദമായ റിപ്പോർട്ടിലേക്ക്. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കൃത്യമായ കണക്കുകളാണ് താൻ അവതരിപ്പിച്ചത്. അതാണ് ആ ലേഖനത്തിലും പറഞ്ഞിട്ടുള്ളത്. അത് കഴിഞ്ഞ 5 വർഷങ്ങളിലായി 123 കോടി രൂപയുടെ 150ഓളം കിലോ സ്വർണ്ണമാണ് എത്തിയിട്ടുള്ളത്, കേരളത്തിലേക്ക് എത്തിയിട്ടുള്ളത്, പിടിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ കണക്കുകൾ സഹിതം പോലീസ് പിടിച്ച കണക്കുകളാണ് താൻ വ്യക്തമാക്കിയിട്ടുള്ളത്. അതിൽ ഏതെങ്കിലും ജില്ലക്കെതിരായോ അതുപോലെ തന്നെ ഏതെങ്കിലും സമുദായത്തിനെതിരായോ ഉള്ള പരാമർശമല്ല ഉണ്ടായിട്ടുള്ളത് എന്ന കാര്യം മുഖ്യമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു. സ്വർണ്ണ കള്ളക്കടത്തുകാർ, ഹവാല ഇടപാടുകാർ, അവരെ പിടികൂടുമ്പോൾ എന്തിനാണ് ചിലർക്ക് കൊള്ളുന്നത്? അത് മനസ്സിലാക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. നമ്മുടെ രാജ്യത്ത് നടക്കാൻ പാടില്ലാത്തൊരു കാര്യമാണല്ലോ. ആ നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ നടക്കുമ്പോൾ അതിനെതിരെയുള്ള നിയമ സംവിധാനം ഉണർന്ന് പ്രവർത്തിക്കണ്ടേ? നിയമ സംവിധാനത്തിൻ്റെ പ്രവർത്തനത്തിൽ എന്തെങ്കിലും വീഴ്ചയുണ്ടെങ്കിൽ അത് തിരുത്താനല്ലേ പറയേണ്ടത്? ഉന്നയിച്ച കാര്യങ്ങൾ ശരിയല്ലാത്തതുകൊണ്ടാണല്ലോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കേണ്ടി വന്നത്. ഇവിടെ ഇതിനൊന്നും എതിരായി പോലീസ് ഒരു നടപടിയും എടുക്കണ്ട എന്ന് ഇതുമായി ബന്ധപ്പെട്ട് വിമർശനം ഉന്നയിക്കുന്നവർ കരുതുന്നുണ്ടോ? എന്തിനാണ് അത്തരത്തിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്ന സ്ഥിതി സ്വീകരിക്കുന്നത്? പി.വി. അൻവർ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ ആരോപണങ്ങൾക്കുള്ള മറുപടി മുഖ്യമന്ത്രി വ്യക്തമാക്കി. പി.വി. അൻവർ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുമോ, ഒപ്പം തന്നെ മറ്റേതെങ്കിലും പാർട്ടിയിലേക്കോ ഏതെങ്കിലും മുന്നണിയുടെ ഭാഗമാകുമോ എന്നൊന്നും നോക്കിയല്ല ആരോപണങ്ങൾ അന്വേഷിക്കാനുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയത്. എം.എൽ.എ എന്ന നിലയിൽ പി.വി. അൻവർ ആരോപണങ്ങൾ ഉന്നയിച്ചു. അത് പരാതിയായി മുഖ്യമന്ത്രിക്ക് നൽകുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണമാണ് നടക്കുന്നത്. ADGPക്ക് എതിരെ ഉൾപ്പെടെ നടക്കുന്നത്. കേരളത്തിലെ ഏറ്റവും ഉന്നതനായ DGP, അതായത് പോലീസ് ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണമാണ്. ഒരു തരത്തിലും നടപടി സ്വീകരിക്കില്ലെന്ന കാര്യം താൻ പറഞ്ഞിട്ടില്ല. അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നടപടി സ്വീകരിക്കാൻ കഴിയൂ. അത് അന്വേഷണ റിപ്പോർട്ട് വരുന്ന മുറയ്ക്ക് സ്വീകരിക്കും എന്ന കാര്യവും മുഖ്യമന്ത്രി വ്യക്തമാക്കുകയാണ്. എന്തായാലും പി.വി. അൻവർ നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് തെറ്റായ രാഷ്ട്രീയ ആരോപണം മാത്രമാണ്. വർഗീയ ശക്തികൾക്ക് ശക്തി പകരുന്ന നിലയിലുള്ള ആരോപണങ്ങളാണ് പി.വി. അൻവറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ഇപ്പോൾ താൻ ഒന്നിനും മറുപടി പറയുന്നില്ല. അന്വേഷണ റിപ്പോർട്ട് വരട്ടെ എന്ന കാര്യവും മുഖ്യമന്ത്രി വ്യക്തമാക്കി. CPIM-ന് അതിൻ്റേതായ സംഘടനാ രീതിയുണ്ട് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ പ്രത്യേകമായ ചട്ടക്കൂടിൽ ഒതുങ്ങി നിന്നാണ് CPIM പ്രവർത്തിച്ചു പോകുന്നത്. ചില പ്രത്യേക ബോധോദയത്തിൻ്റെ ഭാഗമായി വഴിയിൽ നിന്ന് വായിൽ തോന്നുന്നതെല്ലാം വിളിച്ചു കൂവിയാൽ, കുറേ ആക്ഷേപങ്ങൾ ചൊരിഞ്ഞാൽ അതിൻ്റെ ഭാഗമായി തീരുമാനങ്ങളെടുത്തു പോകുന്ന ഒരു പാർട്ടിയല്ല CPIM. ആ പാർട്ടിയെ തെറ്റിലേക്ക് അങ്ങ് വലിച്ചിഴച്ച് കളയാം എന്നാരും തെറ്റിദ്ധരിക്കരുത്. അതാ രീതിയിൽ വലിച്ചിഴക്കാൻ കഴിയില്ല. ഇവിടെ ഗൂഢലക്ഷ്യം വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആ രീതിയിൽ നോക്കുന്നതാണ് നല്ലത്. ഇവിടെ കൃത്യമായ വർഗീയ അജണ്ടയുടെ ഭാഗമായുള്ള പുകമറ സൃഷ്ടിക്കാനുള്ള ഒരു ശ്രമം കാണുന്നുണ്ട്. അത് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ഒരു കാലത്തും അംഗീകരിക്കില്ല.
എന്തായാലും കുറച്ച് ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന പലതര ആരോപണങ്ങൾക്ക് രാഷ്ട്രീയ മറുപടിയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. കേരളം പ്രതീക്ഷിച്ച രാഷ്ട്രീയ മറുപടി കൃത്യമായി അക്കമിട്ട് തന്നെ മുഖ്യമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു. കോഴിക്കോട് നടന്ന പരിപാടിയിൽ ഇത്തരം രാഷ്ട്രീയ വിഷയങ്ങളിൽ ഉള്ള എല്ലാ മറുപടിയും മുഖ്യമന്ത്രി നൽകിയതോടുകൂടി ഇതുവരെ വിവാദമുണ്ടാക്കാൻ ശ്രമിച്ച ഏറ്റവും അവസാനം കേരളത്തിൽ ഇത്തരത്തിൽ മലപ്പുറം ജില്ലയെ അവഹേളിക്കുന്ന നിലയിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുള്ള ഇന്റർവ്യൂവിലെ ഭാഗങ്ങൾ ഉണ്ടായി എന്നതിനുൾപ്പെടെയുള്ള വിഷയങ്ങളിൽ എല്ലാം കൃത്യമായ മറുപടി മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതോടെ ഇത്തരം വിവാദങ്ങൾക്ക് പുറകെ പോയവരെല്ലാം നിരാശപ്പെടുത്തുന്ന കാഴ്ച തന്നെയാണ് ഉണ്ടാവുകയും ചെയ്തത്.